കുഴപ്പമില്ല ചേട്ടത്തി. ശരിയാ. ഇച്ചാൻ പലപ്പോഴും ആഹാരം കഴിക്കാൻ ഇവന്റെ പഴയ ബാലപുത്രന് ഇതുവരെ വിട്ടുമായിട്ടല്ലേ. ചേട്ടത്തി നോക്കിയോ, ഒരാഴ്ച ഞാനവിടെ കഴിഞ്ഞാൽ മതി. ചേട്ടത്തിന്റെ ഡബിൾ വണ്ണമാകും. ഇവിടെ ആട്ടത്തിയും കള്ളൊക്കെ ചേട്ടത്തി വെച്ച് വന്ന് തരുന്ന ഹോസ്റ്റലിലാണെങ്കിൽ ഇരിക്കുന്നു. ചേട്ടത്തിക്ക് എന്താ ഒരു കുഴപ്പം? എടാ പെണ്ണുങ്ങളെ അല്പമൊക്കെ തടി വേണം. അല്ല നിന്നെ പോലെ ഒലക്ക പരിസ്ഥിതി ഇതിന്റെ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു വന്നല്ലോ കുട്ടി. കല്യാണത്തിന് മുമ്പ് എന്നെ കാണാൻ എങ്ങനെ ഇരുന്നറിയാമോ? കുർബാന കഴിഞ്ഞ റോഡിലൂടെ പോകുന്ന നാട്ടുകാർ പറയുമായിരുന്നു ദേ വയ്യേണ്ടി വരെ ഗുണം, ദേ വയ്യേണ്ടി വരെ ഗുണം. എന്നാ പറഞ്ഞേ? ഇപ്പോഴും സൗന്ദര്യത്തിലുള്ള കുഴപ്പമുണ്ടോ? എല്ലാവരും അവിടെ പോയി ചേച്ചി ആ രീതി ധ്യാനത്തിന് പോയി കറിയാറ്റായ ഫാക്ടറിയിലേക്ക്. ഫോണൊക്കെ നമ്മുടെ പുതിയ ഷെഡിലുണ്ട്, പോയി കാണും. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. നീ എപ്പോ വന്നു? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എന്താ നീ ഇവിടെ കൂടുന്നു? വേണ്ട, ഹോസ്റ്റലിൽ വെച്ച് ഞാൻ 24 മണിക്കൂർ എക്സസൈസ് ആയിരുന്നു. പഠിത്തത്തിനേക്കാൾ ഞാൻ എക്സസൈസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോന്ന് പ്രൊഫസർ എപ്പോഴും പരാതി പറയുമായിരുന്നു. പിന്നെ ഇച്ചാൻ എനിക്ക് കുറച്ച് കരാട്ടെ ചിലപ്പോൾ പഠിപ്പിച്ചു തരേണ്ടി വരും. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, സമീപഭാവിയിൽ തന്നെ അതിന്റെ ആവശ്യം വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത്രേ ഉള്ളൂ.